നമസ്കാരം. നമുക്കിന്ന് ഇഡലിക്കും ദോശയ്ക്കും ഉഴുന്നുവടയ്ക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു തക്കാളി ചമ്മന്തി ഉണ്ടാക്കി നോക്കാം. ചോറിനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് 4 വെളുത്തുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി നമ്മൾ ഒരു 2 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് വാടുന്ന വരെ ഇളക്കി കൊടുക്കണം. സവോള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് സവോളയാണ് ഞാൻ അരിഞ്ഞത്, അത് ചേർത്ത് കൊടുക്കുക. സവോള ഒന്ന് ചെറുതായി വാടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി രണ്ടെണ്ണം ചേർക്കുക. സവോള ഒന്ന് ചെറുതായി വാടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. 1/2 ടീസ്പൂൺ 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിക്കുക. ഇതിനി ചൂട് കുറഞ്ഞ ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിൽ ഇട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് വേണം അരയ്ക്കാൻ. ചൂടുവെള്ളം ആയിരിക്കണം, തിളപ്പിച്ചാറിയ ചൂടുവെള്ളവും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കണം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ തക്കാളി ഇട്ട് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് ശരിക്കും അരയണ്ട, ഒരുമാതിരി നന്നായിട്ട് അരഞ്ഞാൽ മതി, മൊത്തം ഒരു പേസ്റ്റ് പോലെ ആകണ്ട. കടുക് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് നമ്മൾ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. ഉഴുന്നുപരിപ്പ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പം അതിലേക്ക് നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർക്കുക. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ തക്കാളി ചമ്മന്തി റെഡിയായി.